CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം നഗരത്തിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് കാറുകളിൽ ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അലങ്കാർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വ്യാഴാഴ്ച റേഷൻ വ്യാപാരികളുടെ പണിമുടക്കുന്ന വ്യാപാരികൾ സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കളക്ടറേറ്റിലേക്കും മാർച്ചും ധർണയും നടത്തുമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സെബാസ്റ്റ്യൻ ചൂണ്ടൽ. ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് നിസാം റാവുത്തർ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം. സ്ഥാനാർത്ഥി നിർണയത്തിൽ നേടിയ മേൽക്കൈ പ്രചരണത്തിലും നിലനിർത്തി ഇടതുമുന്നണി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ പ്രചരണം മണ്ഡലത്തിൽ വ്യാപകം. വേലൂർക്കാരുടെ കാൽനൂറ്റാണ്ട് പിന്നിട്ട കിടായിച്ചിറ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. നവീകരണത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യാഴാഴ്ച നിർവഹിക്കും. വേനൽ കനത്തതോടെ ചാവക്കാട് ബസ് സ്റ്റാൻഡിലെത്തുന്ന പൊതുജനങ്ങൾക്ക് ആശ്വാസമായി ചാവക്കാട് നഗരസഭയുടെ തണ്ണീർപന്തൽ ആരംഭിച്ചു. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. പുനേർകുളം ഗ്രാമപഞ്ചായത്തിലെ നിർമ്മാണം പൂർത്തിയാക്കിയ തൃപ്പറ്റ് ആയുഷ് കോംപ്ലക്സ് നോക്കുകുത്തിയാകുന്നു. ആവശ്യമായ ഫർണിച്ചറുകൾ എത്തിയില്ലെന്ന് ആക്ഷേപം. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് മുഖ്യലപീടിക തിപ്പിലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ തയ്യാറാകാത്ത അധികൃതരുടെ നടപടിക്കെതിരെ കോൺഗ്രസ് പേങ്ങാട്ടുപാറ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ഓർമ്മകൾക്ക് മരണമില്ലാത്ത മണിക്കിലുക്കത്തിന്റെ നാദം നിലച്ചിട്ട് ഇന്നേക്ക് 8 വർഷം. ചിരിപ്പിച്ചും കരയിപ്പിച്ചും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ വേരുറപ്പിച്ച കലാകാരനായിരുന്നു ചാലക്കുടിക്കാരൻ കലാഭവൻ മണി. ഗുരുവായൂർ എക്സ് 17ാം വാർഷികാഘോഷം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 3:30 നഗരസഭാ വായനശാല ഹാളിൽ നടക്കുന്ന വാർഷികാഘോഷം നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. 27 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫയെ ഈ കാലയളവിൽ പരിശീലനം നേടിയ കായിക വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് ആദരിക്കുന്നു. മാർച്ച് 9 തീയതി രാവിലെ 10 സ്കൂളിൽ നടക്കുന്ന ചടങ്ങ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്യും. കക്കാട് ശ്രീ ചെറുവത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി വിപുലമായി ആഘോഷിക്കും. 7, 8 തീയതികളിൽ രാത്രി 7:30 മുതൽ ക്ഷേത്രത്തിൽ നൃത്തങ്ങളും കലാപരിപാടികളും ഉണ്ടാകും. ശുചിത്വ സംസ്കാരം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9 കേന്ദ്രങ്ങളിലായാണ് ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുന്നത്. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെയും ക്ഷേത്രക്ഷേമ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നിറങ്ങളുടെ ചുവരെഴുത്തിന്റെ ചൂടിലേക്ക് മാറി അച്ഛനും മക്കളും. ചങ്ങരംകുളം മൂക്കുതല പിടാവന്നൂർ സ്വദേശി പ്രേമദാസും മക്കളായ അഗ്നിതയും അർപ്പിതും സ്ഥാനാർത്ഥികൾക്കായി ചുവരെഴുതാനുള്ള തിരക്കിലാണ്. കാഞ്ഞിരമുക്ക് MGS സ്കൂളിന്റെ 86ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും ആഘോഷിച്ചു. വാർഡ് മെമ്പർ MA അബ്ദുൽ റഷീദ് ഉദ്ഘാടനം ചെയ്തു. 100ാം വാർഷികം ആഘോഷിച്ച ചെറായി ഗവൺമെന്റ് UP സ്കൂൾ പഠനോത്സവം 2024 സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വാർഡ് മെമ്പർ ശോഭ പ്രേമൻ ഉദ്ഘാടനം നിർവഹിച്ചു. സർവശിക്ഷ കേരളത്തിന്റെ നേതൃത്വത്തിൽ അണ്ടത്തോട് GMLP സ്കൂളിലെ 3, 4 ക്ലാസുകളിലെ പെൺകുട്ടികൾക്കായി കരാട്ടെ ക്ലാസ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ PS അലി ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ നടന്നുവരുന്ന മെഗാ അക്കാദമിക് ഫെസ്റ്റിൽ 5ാം ദിനത്തിൽ അറബിക് പഠന വിഭാഗത്തിന്റെ അന്തർദേശീയ സെമിനാർ ഉദ്ഘാടനം വേറിട്ടതായി. ഡിജിറ്റൽ യുഗത്തിൽ അറബി ഭാഷയുടെ വെല്ലുവിളികളും അവസരങ്ങളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.